കോൺസെപ്റ്റ് അറിയാം, പഠിക്കാൻ പറ്റുന്നുണ്ട്, എക്സാമിന് എഴുതാൻ പറ്റുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച മാർക്കിക്ക് എത്താൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻസിന് മാർക്ക് കുറയുന്നത്? അത് ഓരോ സ്റ്റുഡൻറ്റും യുണീക്കാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും പല പല കാരണങ്ങൾ കാരണമായിരിക്കും ആ ഒരു മാർക്ക് കുറയുന്നത്. ചിലപ്പോൾ റൈറ്റിംഗ് സ്കില്ല് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു മാർക്കിംഗ് സ്കീമിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ 10 പോയിന്റ് എഴുതിയാലും 20 പോയിന്റ് എഴുതിയാലും ഒരേ മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. 5 മാർക്കിന് 2 പോയിന്റ് എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്രയാണ് വെയിറ്റേജ്, എത്രയാണ് മാർക്ക് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എത്ര പോയിന്റ്സ് എഴുതണം, എത്ര ലെങ്ത്തിലായിരിക്കണം ആ ആൻസർ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ ആ ഒരു ആൻസർ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു കുട്ടി ഒരു ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ആൻസർ ഷീറ്റ് കാണുമ്പോൾ അറിയാം ആ കുട്ടിക്ക് എത്രത്തോളം അറിയാം. ഇപ്പോൾ സൈഡിൽ എന്തെങ്കിലും പിക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് വരച്ചിട്ട് അത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്ക് അറിയാം എന്നുള്ളത് ആ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തും 2 3 തവണ വായിച്ചിട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ട്രിക്കി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒറ്റ തവണ വായിക്കുമ്പോൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, ആൻസർ എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് കരുതിയിട്ട് നമ്മൾ എഴുതിയിട്ട് തെറ്റി പോകാറുണ്ട്. അങ്ങനെ ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് ശരിക്കും അവർ എന്ത് ആൻസറാണ് നമ്മുടെ അടുത്ത് നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഈ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ ടൈം തന്നെയാണ്. കാരണം നമ്മൾ എക്സാം എന്ന് പറയുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഫിക്സ്ഡ് ടൈം, ഒരു 2 മണിക്കൂർ എക്സാം ആണെങ്കിൽ ആ ഒരു 2 മണിക്കൂറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്കിനനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന് ടൈം അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ വന്നു, നമ്മൾ അത് ഇരുന്ന് ചെയ്ത് കുറേ നേരം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. അപ്പം ഇരുന്ന് അങ്ങനെ ചെയ്ത് ഒരു 15 മിനിറ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ മാർക്ക് ആ ഒരു സമയം പോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന 10 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയോ ഒരുപാട് താഴേക്കുള്ള വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ സമയമില്ലാണ്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും എഴുതാൻ പറ്റാണ്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്ത് ഇറങ്ങി വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നന്നായിട്ട് അറിയുന്ന, ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതുക. അതേപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ വെയിറ്റേജ്, അതിൻ്റെ മാർക്ക് നോക്കിയിട്ട് നമ്മൾ അതിന് ടൈം അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് 2 തവണയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ മിനിമം വായിച്ചിരിക്കണം. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ട ആൻസർ എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് അറിയാണ്ട് തെറ്റി പോകാറുണ്ട്, ചില ക്വസ്റ്റ്യൻസ് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ തെറ്റാണല്ലോ, ഇത് ശരിയാവുന്നില്ലല്ലോ, ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുത്തോളാൻ പറയും. ആ ഒരു മാർക്ക് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടെ എഴുതി വെക്കുക. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഒന്ന്, നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ആ ഓർഡറിൽ എഴുതി വെക്കുക. നമ്മൾ ഇപ്പോൾ CBSE ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്കറിയാം കുറേ സെഷൻസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. സെഷൻ എ, എന്നിട്ട് അതിലൊരു 8 ക്വസ്റ്റ്യൻസ്, സെഷൻ ബി എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ സെക്ഷൻ 1 എയിൽ ഇപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ സെക്ഷൻ ഡിയിൽ പോയിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ആയി എഴുതാണ്ട് ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് സെക്ഷൻ്റെ ഓർഡറെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുക. സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്ഷൻ ബി ഒന്നും അറിയില്ലെങ്കിൽ സെക്ഷൻ സിയിലേക്ക് അതിന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അങ്ങനെ എഴുതി വയ്ക്കുക. അങ്ങനെ മിക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ അത് നോക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടായിരിക്കും, എഴുതുന്ന നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ വലിയ മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം, പക്ഷേ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയും, പക്ഷേ കുറേ സമയം എടുത്തിട്ട് വേണം കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്ന വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെറിയ മാർക്കിൻ്റെയിലേക്ക് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയം കിട്ടില്ല. അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യുക. ആ എഫക്റ്റീവായിട്ട് എഴുതുക എന്ന് പറയുന്ന സമയത്ത് ഈ ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് വരും, അതുപോലെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് വരും. അതേപോലെ ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ. എന്തുകൊണ്ടാണ് സീക്വൻഷ്യൽ ഓർഡറിൽ ഈ ഒരു ആൻസർ ഷീറ്റ് എഴുതണം എന്ന് പറയുന്നത്, ആ ഒരു ആൻസർ ഷീറ്റ് സീക്വൻഷ്യൽ ഓർഡറിലാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിനകത്ത് ഇപ്പോൾ സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്, വേറെ പേജിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സെക്ഷനിലും ആ ഓർഡറിൽ എഴുതി കഴിയുന്ന സമയത്ത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആൻസർ ഷീറ്റ് നോക്കി കഴിയും. ഇപ്പോൾ ഒരു ടീച്ചർ ആ ഒരു ആൻസർ ഷീറ്റ് നോക്കാനിരിക്കുകയാണെങ്കിൽ ആ ടീച്ചർ ഒരൊറ്റ പേപ്പർ വെച്ചിട്ടല്ല ഇരിക്കണം, ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ വെച്ചിട്ടാണ് ആ ടീച്ചർ കറക്ഷൻ ഇരിക്കണത്. അപ്പോൾ ആ സമയത്ത് കുറേ നേരം അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ച് അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഈസി ആവുന്ന രീതിയിലേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് നോക്കി പോകാനും ആ ഒരു ഓക്കെ ഇത് ഈ കുട്ടിക്ക് അറിയാം, ഈ കുട്ടി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം കിട്ടും. അതുകൊണ്ട്
വൃത്തിക്ക് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതുക. അത് കറക്റ്റ് ചെയ്യുന്നതിനും കൂടുതൽ എളുപ്പമാക്കും. അതുപോലെ ആ ടീച്ചറുടെ ടൈം ആണെങ്കിലും എഴുതുന്ന സമയത്ത് സ്റ്റുഡൻറ്റിൻ്റെ സമയമാണെങ്കിലും കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം കുറേ കൺഫ്യൂഷനും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടു പോകാനൊക്കെയുള്ള ചാൻസ് കുറയ്ക്കും. ഇപ്പം നമ്മൾ പല സെക്ഷനിൽ പോയി പല ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഏതൊക്കെ സെക്ഷനിൽ ഏതൊക്കെ ആൻസേഴ്സ് എഴുതി ലാസ്റ്റ് നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് പോവാം, സീക്വൻഷ്യൽ ഓർഡറിൽ അറ്റൻഡ് ചെയ്തിട്ട് പോവാം. അതുപോലെ ക്വസ്റ്റ്യൻ പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്കറിയാവുന്ന പഠിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് എഴുതി തീർക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ നമുക്ക് ടൈം മാനേജ്മെൻറ്റും വളരെ ഈസി ആയിരിക്കും. കാരണം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കുറേ മാർക്കിൻ്റെ ആണ്, അപ്പോൾ നമ്മളത് ഫസ്റ്റ് എഴുതി കഴിഞ്ഞു. പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ കുറച്ചുകൂടി ബാക്കി വരും. അപ്പോൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റിനും അതുപോലെ കൂടുതലായിട്ട് മാർക്ക് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ടൈം എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒന്ന്, ആൻസർ എഴുതുന്ന സമയത്ത് എല്ലാം വലിച്ചു വാരി എഴുതാണ്. ഇപ്പോൾ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് റൈറ്റിംഗ് സ്കില്ല് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം, നമുക്ക് നന്നായിട്ട് എഴുതണം. പക്ഷേ വേറെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിപ്പോൾ സയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇരുന്ന് എഴുതി ഉണ്ടാക്കുക, എന്തിനപ്പുറത്തേക്ക് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഗ്രാഫ് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ച് ലേബൽ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇരുന്ന് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് ആ എഴുതിയിരിക്കുന്നതിനേക്കാളും ഫസ്റ്റ് നമ്മുടെ കണ്ണ് പോകുന്നത് ആ പിക്ചറിലേക്കായിരിക്കും. അപ്പോൾ ആ പിക്ചർ വരച്ചത് കൃത്യമാണോ അല്ലെങ്കിൽ അതിനകത്ത് ലേബൽ ചെയ്തത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ എഴുതിയത് ശരിയാണെന്ന് അവരങ്ങ് അസ്യൂം ചെയ്തോളും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഗ്രാഫും അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് എന്നാൽ ആൻസർ വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവണം. മിനിമം 2-3 തവണ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവണം. അതാകുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എത്ര ടൈം എടുക്കുന്നുണ്ട്, ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, ഏത് ഭാഗത്താണ് എനിക്ക് പ്രശ്നം വരുന്നത്, ഇങ്ങനത്തെ ടൈമിൻ്റെ കാര്യങ്ങളാണെങ്കിലും സബ്ജക്ട് നോളജിൻ്റെ കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോവാം. അതുപോലെ എഫക്റ്റീവായിട്ട് ആൻസേഴ്സ് എഴുതാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ഒരു മാർക്കിംഗ് സ്കീമുമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് പോകണം. ഇപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളൊരു 4 പോയിന്റ് എഴുതുക. ഇൻ കേസ് അതിനകത്ത് 1-2 പോയിന്റ് ചിലപ്പോൾ തെറ്റായിരിക്കാം. നമ്മൾ ആൻസർ അറിയെങ്കിൽ പോലും നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചത് കാരണം നമുക്ക് എന്തെങ്കിലും അത് തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ 1-2 പോയിന്റ് എഴുതി വയ്ക്കാം. ആ ഒരു പോയിന്റിനേക്കാളും ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എത്രയാണോ അതിനേക്കാളും 1-2 പോയിന്റ് എക്സ്ട്രാ എഴുതി വയ്ക്കാം. പക്ഷേ ഒരുപാട് വാരി വലിച്ചെഴുതാണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ ഒരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം ഒരു 8 പോയിന്റ് എഴുതി വയ്ക്കുക. അത്ര മതി. ഒരുപാട് എഴുതി വെക്കാണ്ട് എന്നാൽ അതിൻ്റെ എല്ലാ പോയിന്റ്സും വരുന്ന രീതിയിൽ വേണം എഴുതി വയ്ക്കാൻ. ആ ഒരു ക്വസ്റ്റ്യനിൽ എന്താണോ അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ അതിൻ്റെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇത് CBSEൻ്റെ ഒരു മാർക്കിംഗ് സ്കീമിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആൻസർ കീയിൽ അവർ തന്നിട്ടുണ്ട് എന്തൊക്കെ ആൻസേഴ്സ് അതിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തൊക്കെ വരണം. അതുപോലെ ഏതെങ്കിലും 2 എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ 2 മാർക്ക് കൊടുക്കാം. എനി 2 പോയിന്റ്സ് ടു ബി എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ 10 പോയിന്റ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ 10 പോയിന്റ്സ് എഴുതണ്ടേ, 2 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ആ 2 മാർക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മാർക്കിംഗ് സ്കീമിനനുസരിച്ച് വേണം നമ്മൾ എക്സാമിൻ്റെ സമയത്ത് എഴുതാൻ. അതുപോലെ എക്സാമിൻ്റെ സമയത്ത് നമ്മളത് എക്സാമിൽ എഴുതുന്ന സമയത്ത് ആ പ്രസൻറ്റേഷൻ ടിപ്സ് ഉണ്ട് കുറച്ച്. അതായത് എത്രത്തോളം നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതും മാർക്കിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ അബ്രിയേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് നോട്ട്സ് ഒക്കെ പെട്ടെന്ന് ടീച്ചർ പറയുന്ന സമയത്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒരിക്കലും അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. മുഴുവൻ സെൻറ്റൻസും മുഴുവൻ വേർഡ്സ് വിത്ത് മുഴുവൻ സ്പെല്ലിങ്ങോട് കൂടി തന്നെ എഴുതുക. അതുപോലെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് വരുന്ന സമയത്ത് അത് അണ്ടർലൈൻ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ടേം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ പേരായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാമെന്ന് അണ്ടർലൈൻ ചെയ്യുക. പെൻസിൽ വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ അല്ലാണ്ട് എഴുതുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് വൈസ് എഴുതുക. അപ്പോൾ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ടിട്ട് എത്ര പോയിന്റ് ഉണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുള്ളറ്റിനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് വൈസ് എഴുതി കഴിയുമ്പോൾ നോക്കാനും അത് കാണുമ്പോൾ ആ ഒരു ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ ഓക്കെ ഈ കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സോഷ്യൽ സയൻസ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യലാണെങ്കിലും സയൻസിലാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളം വരച്ചിട്ട് 2 കോളായിട്ടൊക്കെ ഒരു പെൻസിൽ വെച്ചിട്ട് 2 കോളം വരച്ചിട്ട് നമ്മൾ എഴുതുക. അങ്ങനെ ആവുന്ന സമയത്ത് കമ്പയർ ചെയ്യാനും ടീച്ചർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പോയിന്റ്സ് പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് ഓക്കെ ഏതൊക്കെ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട് എന്ന് നോക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ട ആൻസർ ആണ്, എസ്സേ പോലെയൊക്കെ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു പാരഗ്രാഫ് കൊടുക്കുക. അതുപോലെ ഇടയിൽ കണ്ടന്റിൻ്റെ പാരഗ്രാഫ്, ആ കണ്ടന്റിൻ്റെ പാരഗ്രാഫ് തന്നെ ഏതൊക്കെ രീതിയിൽ നമ്മൾ അത് കണ്ടന്റിൻ്റെ പാരഗ്രാഫ് എത്ര എണ്ണമായിട്ട് തിരിക്കണം, അതിൽ ഓരോ പാരഗ്രാഫിലും എന്ത് വരണം എന്നുള്ളത് ആദ്യം കൃത്യമായിട്ട്
മനസ്സിൽ കണക്ക് കൂട്ടി വെക്കണം. എന്നിട്ട് ഈ കണ്ടന്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് കൊടുക്കുക. ഒരു നീറ്റായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുക. അതുപോലെ മാക്സിമം ഡയഗ്രാംസും മാപ്സും യൂസ് ചെയ്യുക. ഈ സോഷ്യൽ എഴുതുന്ന സമയത്ത് സോഷ്യൽ സയൻസിൽ നമ്മൾ മാക്സിമം ഡയഗ്രാം, ഇപ്പോൾ എർത്തിൻ്റെ ഒക്കെ പിക്ചർ വരയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ വരയ്ക്കാനോ അതേപോലെ ലേബൽ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ സയൻസിൻ്റെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സയൻസ് ഒരിക്കലും ഒരുപാട് ഇരുന്ന് വലിച്ചു വാരി എഴുതിയോണ്ട് മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നമ്മൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഏറ്റവും ക്ലാരിറ്റിയിൽ എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ അത് എഴുതുന്ന സമയത്ത് തെറ്റാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അവരെന്തൊക്കെയാണോ ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് എല്ലാത്തിനുള്ള ആൻസേഴ്സ് ചെറിയ ചെറിയ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഫോർമുലാസ് ആ സമയത്ത് നമ്മൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഫോർമുല ആവശ്യമുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ആ ഫോർമുല നമ്മൾ എടുത്ത് എഴുതിയതിന് ശേഷം വേണം ഫോർമുലയിൽ നമ്മൾ അവർ ക്വസ്റ്റ്യനിൽ തന്ന ഡിജിറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്താണോ ആ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ഇപ്പോൾ ഒരു സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി ഒരു 5 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ 5 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് 5 എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. എന്ത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണോ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ എന്താണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അപ്പം ഒരു സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കണം. അതേപോലെ വോളിയം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് എന്താണ് അവർ തന്ന യൂണിറ്റ്, അത് എന്തിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതേ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ യൂണിറ്റ് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ മാത്സ് എഴുതുന്ന സമയത്ത്, മാത്സിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആ ഒരു എക്സാമിന് വരും എന്നുള്ളത് നമുക്ക് മുന്നേ കൃത്യമായിട്ടൊരു ധാരണ വേണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടും ക്ലാസ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട് അത് നമ്മൾ എടുത്തെഴുതണം. നമ്മുടെ ആൻസർ ഷീറ്റിൽ എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തെഴുതണം. അതുപോലെ എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തെഴുതുക. ആ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഫോർമുലാസ് ആവശ്യമുണ്ട് എന്നുള്ളത് എഴുതാം. അതിനുശേഷം നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ആൻസർ എത്തി ആ ആൻസറിന് എന്താണ് യൂണിറ്റ് കൊടുക്കാനുണ്ടോ, യൂണിറ്റ് ഉള്ള ആൻസേഴ്സ് ആണോ യൂണിറ്റ് ഇല്ലാത്ത ആൻസേഴ്സ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് യൂണിറ്റുകളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് യൂണിറ്റ് ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. ആ ഫൈനൽ ആൻസറിന് ഒരു ബോക്സ് ഒക്കെ വരച്ച് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ തന്നെ ടീച്ചറുടെ അടുത്ത് നിന്ന് മാർക്ക് പോരും. ആ ഒരു കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനും ആൻസറൊക്കെ നല്ല വൃത്തിക്ക് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതുപോലെ ലാംഗ്വേജസിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പോലെയുള്ള സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിച്ചിട്ട് റൈറ്റിംഗ് സ്കില്ല് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ നന്നായി വായിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ പുറത്തുള്ള വേറെ എന്തെങ്കിലും റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വായിച്ച് കൂടുതലായിട്ട് നോളജ് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റും. അതുപോലെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓതേഴ്സിൻ്റെ വേറെയും കോട്ട്സും പോയിംസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ മുന്നേ പഠിച്ച് വെച്ചിട്ട് എക്സാമിന് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളിരുന്ന് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ വായിക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവും ഈ കുട്ടി ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയല്ല, പുറമെന്നുള്ള റിസോഴ്സസുകളും കൂടി ആ കുട്ടി യൂസ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടിയാണ് എന്നുള്ള ആ ഒരു കാര്യം വരും. അപ്പോൾ ആ കുട്ടിക്ക് മാർക്ക് കൂടാനുള്ള ചാൻസും കൂടുതലാണ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലൊക്കെ. അതുപോലെ നല്ല രീതിക്ക് വായിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക. എന്താണ് ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിലൊക്കെ മിക്കപ്പോഴും നമുക്ക് ഒരു വലിയ പാസേജ് ഉണ്ടാവും, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പാസേജ് വായിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്ന പോയിന്റ്സ്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അതിനകത്ത് ആ പാസേജിൽ നിന്ന് ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിലേതാണ് കൃത്യമായിട്ടുള്ള ആൻസർ, ഇങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ വേർഡ് ലിമിറ്റിൽ നിൽക്കുക. ഇപ്പോൾ ചില സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യും, അതായത് 150 വേർഡ്സിൽ ആൻസർ എഴുതുക എന്നുള്ളത്. അത് നമ്മൾ ഒരു 500 വേർഡ്സിൽ എഴുതിയാലും നമുക്ക് ഒരുപാട് എഴുതിയെന്ന് കരുതി ഒരുപാട് മാർക്ക് കിട്ടണമെന്നില്ല. ഈ ഒരു 150 വേർഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്നാൽ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ ഒരുപാട് വാരി വലിച്ചെഴുതാണ്ട് ഇങ്ങനെ വേർഡ് ലിമിറ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ആ വേർഡ് ലിമിറ്റിൽ തന്നെ നിന്നിട്ട് നമ്മൾ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. അതുപോലെ ആൻസർ നമ്മൾ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് മാർക്കിംഗ് സ്കീമിനനുസരിച്ച് ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഒരു 3-4 സെൻറ്റൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ഒരു കുഞ്ഞ് പാരഗ്രാഫിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്രയും വലുപ്പത്തിൽ നമ്മൾ എഴുതുക. അതുപോലെ നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുന്ന അല്ലെങ്കിൽ നമ്മളൊരു പല ഫോംസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇപ്പോൾ ലെറ്റർ എഴുതാനുണ്ടാവും, ഇമെയിൽ എഴുതാനുണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ സ്ട്രക്ചറിനനുസരിച്ച് വേണം എഴുതാൻ. അതേപോലെ നമ്മൾ പാരഗ്രാഫ് തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ഒരു പാരഗ്രാഫ്, അതേപോലെ കൺക്ലൂഷൻ്റെ ഇടയിൽ നമുക്ക് കണ്ടന്റിൻ്റെ പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ വേണം നമ്മളത് പാരഗ്രാഫാക്കി മാറ്റാൻ, ഓരോ പാരഗ്രാഫിൽ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നമ്മൾ ആ ഒരു ആൻസർ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ എക്സാം എഴുതുന്ന സമയത്തും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓവറോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ എക്സാമിന് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ മാർക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും. താങ്ക്